കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രാഹിമിന്റെ സംസ്കാരം നടന്നു. താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റമീജിയോസ് ഇഞ്ചനാനിയലിന്റെ നേതൃത്വത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലാണ് സംസ്കാരം നടന്നത്. കൂരാച്ചുണ്ടിൽ നിന്നും വിലാപയാത്രയായാണ് മൃതദേഹം കക്കയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഒരു ദിവസം നീണ്ടുനിന്ന ചർച്ചയ്ക്ക് ശേഷമാണ് എബ്രഹാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ കുടുംബം അനുവദിച്ചത്. കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറക്കിയാൽ മാത്രമേ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ അനുവദിക്കൂ എന്ന് എബ്രഹാമിന്റെ കുടുംബം വ്യക്തമാക്കിയിരുന്നു. കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, കുടുംബത്തിലെ ഒരു അംഗത്തിന് ഗവൺമെന്റ് ജോലി, കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന 26 കിലോമീറ്റർ ഫെൻസിംഗ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ കുടുംബവും കർഷക സംഘടനകളും നാട്ടുകാരും മുന്നോട്ട് വെച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ ജനപ്രതിനിധികളും എബ്രഹാമിന്റെ കുടുംബവും കലക്ടറുമായി നടത്തിയ ചർച്ച പരാജയമായിരുന്നു. ആവശ്യം അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ പ്രതിഷേധം വ്യാപകമായി. തുടർന്ന് രാത്രിയോടെ കാട്ടുപോത്തിനെ വെടിവെക്കാൻ പ്രിൻസിപ്പൽ CCF ഉത്തരവിറക്കി. പിന്നീട് 9:30 കളക്ടറേറ്റിൽ നടന്ന ചർച്ചയിൽ പ്രതിഷേധക്കാരുടെ മറ്റാവശ്യങ്ങളും പരിഗണിക്കാമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകി. തുടർന്ന് ഇന്ന് രാവിലെ 8:30 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എബ്രഹാമിന്റെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. കൂരാച്ചുണ്ടിൽ നിന്നും കക്കയത്തെ വീട്ടിലേക്ക് വിലാപയാത്രയായാണ് മൃതദേഹം കൊണ്ടുപോയത്. വീട്ടിലെ പ്രാർത്ഥനയ്ക്കും അന്തിമ ശുശ്രൂഷയ്ക്കും ശേഷം കക്കയം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റമീജിയോസ് ഇഞ്ചനാനിയന്റെ നേതൃത്വത്തിൽ സംസ്കാരം നടന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്.